രാക്ഷസ വംശം അറുത്തവരേ ജയ. രാക്ഷസ വംശം അറുത്തവരേ ജയ. രാമ മുകുന്ദ ദീക്ഷിതയാഗോ ദേവരേ ജയ ജയ. ദേവരേ ജയ ജയ. ഭക്തവത്സല ശരണം ധീയടിയനോ. ശ്രീ വെങ്കടേശായ ശ്രീമൻ നാരായണ തിരുവെങ്കടപുരേശ നിത്യം ജയ ജയ. തിരുവെങ്കടപുരേശ നിത്യം ജയ ജയ.
ഗണപതേഹരം തിരുമകനേ മേശവാമുഖവാവോട്ടി ഗണപതി വാഴ്ക ശ്രീ ഗണപതി വാഴ്ക ഗണപതി വാഴ്ക ഗണപതി വാഴ്ക പൊൻകനകം ചൂടും ധരണി തന്മേലർച്ചിക്കുന്നേ പ്രസീദ ഗൗരീ സരസിജ നിലയ സരസ്വതി മണിമാലേ അരുൾ തരികന്നേ നിനത്തിരിക്കാൻ പീഠം വെച്ച മറുവൻ തൊഴുതും പലപൊഴുതും ദേവി കുടലത്രി നിവാസിനി പ്രിയ ഭക്ത്യാ
ചെയ്തരുക കീർത്തി പൂണ്ടോരു തിരു വെങ്കടപുരം വാഴോ കീർത്തി പൂണ്ടോരു തിരു വെങ്കടപുരം വാഴും കീർത്തി പൂണ്ടോരു തിരു വെങ്കടപുരം വാഴോ കീർത്തി പൂണ്ടോരു തിരു വെങ്കടപുരം വാഴോ ആത്തിനാശന പാഹിമാ ലക്ഷ്മീ നാരായണ കീർത്തി വെങ്കിടപുരം വാഴോ ആത്തിനാശന പാഹിമാ ലക്ഷ്മീ നാരായണ പാതലം തന്റെ പരമാർത്ഥന ജനോ പാതലം എന്നോ നിനക്കോ നിത്യോ പാതലം
കടകങ്ങൾ കങ്കണങ്ങളോ सरसिजनयने सरोजहस्ते धवलधरांशुगन्धमाल्यशोभे भगवति हरिवल्लभे मनोज्ञे त्रिभुवनभूतिगरी प्रसीद अख्यो प्रसीद मह्यम् लक्ष्मी भगवती कमलेक्षणे भगवती कमलेक्षणे
സോപാന സംഗീതം എന്ന ഈ അനുഷ്ഠാന കലയെക്കുറിച്ച് നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മുടെ ഈ വേദിയിൽ ഈ കല അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് വെങ്കടപുരത്തപ്പൻ്റെ ഭഗവാന്റെ തിരുവരങ്ങിലെ സോപാന സംഗീതവുമായിട്ട് വരുന്നത്. ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ സമീപദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നതുമാണ്. എങ്കിലും എത്രമാത്രം അറിവോടുകൂടി ക്ഷേത്ര ആചാരങ്ങളിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നുവെന്ന് പുതിയ തലമുറ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയായതുകൊണ്ട് ഈ അനുഷ്ഠാന കലയായ സോപാന സംഗീതം എന്താണ്? ഈ സംഗീതത്തിൻ്റെ ആവശ്യം ക്ഷേത്രത്തിൽ. ക്ഷേത്രം എന്ന് പറയുന്ന സംഗീതം തന്നെ ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി പാകപ്പെടുത്തി തന്നിട്ടുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ. ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി സർവചരാചരങ്ങളിലും വസിക്കുന്ന രൂപമായിട്ടാണ് ആചാര്യന്മാർ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ളത്. ഈ മണ്ണിലും മുന്നിലും ആകാശത്തിലും തോന്നിലും തുരുമ്പിലും ജലത്തിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം, സത്യമായ കാര്യം ഭഗവാനെ നമുക്ക് അവിടെ ദർശിക്കാൻ നമ്മുടെ ഈ കലിയുഗവാസികളായ നമ്മുടെ ഈ മനസ്സ് പ്രാപ്തമല്ല, പാപമല്ല. സ്കൂളിലേക്ക് നോക്കിയാലോ മണ്ണിലേക്ക് നോക്കിയാലോ വെങ്കടപുരത്തപ്പൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് അവിടെ ഈശ്വരനെ ആരാധിക്കാൻ പാകമല്ല. ഇവിടെയാണ് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം. പ്രകൃതിയിൽ അന്തർലീനമാകുന്ന ശക്തിയെ ഒരു വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് പ്രസരിക്കുന്ന എനർജി സാക്ഷാൽ വെങ്കടപുരത്തപ്പനെയും വാഴപ്പള്ളിത്തേവരെയും ഉണ്ണിഗണപതിയെയും മഞ്ചാടിക്കരയമ്മയും വേഴക്കാട്ടപ്പനും നമ്മുടെ പെരുന്നയിൽ സുബ്രഹ്മണ്യസ്വാമിയും തൃക്കുടത്താനത്തപ്പൻ, അമ്പലപ്പുഴക്കണ്ണൻ, ഗുരുവായൂരപ്പൻ എന്ന് തുടങ്ങി ഈശ്വരന്മാരെ നമുക്ക് അടുത്തറിയുവാനും ആരാധിക്കുവാനും സാധിച്ചു. എന്താണ് വാഴപ്പള്ളിത്തേവരെന്നും കൈക്കുളത്തുകാവിലും എന്താണെന്നും അല്ലെങ്കിൽ ചക്കുളത്തുകാവിലും ഗുരുവായൂരപ്പനും ഭഗവാനൊക്കെ നമുക്ക് ആ രൂപത്തിലൂടെ കാണുമ്പോൾ ഏറ്റവും എളുപ്പം അടുത്തറിയാൻ സാധിക്കുന്നു. ഈ പ്രകൃതിയിൽ സത്യമായിട്ട് മടങ്ങിയിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെയാണ് ആ തന്ത്രി അദ്ദേഹം മന്ത്രരൂപത്തിൽ ആവാഹിച്ച് ആ വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ശക്തിയുണ്ടോ? അരണി എന്ന് പറഞ്ഞ ഒരു ഘടകമുണ്ട്. അതിൽ കടയുമ്പോഴാണ് അഗ്നിയെ ലഭിക്കുന്നത്. അല്ലേ? നമ്മൾ സത്യത്തിൽ അതിനകത്ത് അഗ്നി ലഭിക്കില്ല, പക്ഷെ കടഞ്ഞപ്പോഴാണ് നമുക്ക് കിട്ടിയത് അഗ്നി എന്ന് പറഞ്ഞതുപോലെ. ഈ പ്രകൃതിയിൽ അന്തർലീനമായിട്ടുള്ള അടങ്ങിയിട്ടുണ്ട്. അത് ശക്തിയാണ്, വായു തന്നെ. കൈകൊണ്ട് വീശിയപ്പോൾ കിട്ടുന്ന ശക്തി ഒരു കാറ്റുണ്ട്, അതിനെ വായു ഉണ്ടെന്നൊരു തെളിവാണ്. വിശറി കൊണ്ട് വീശുമ്പോൾ കുറച്ചുകൂടെ ശക്തിയിൽ കിട്ടും, പാൻ വെച്ചപ്പോഴോ ശക്തി ഇങ്ങനെ പ്രവഹിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ പ്രകൃതിയിൽ അന്തർലീനമാകുന്ന ശക്തിയാണ് ആ വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ചിട്ടുള്ളത്. ആ പ്രതിഷ്ഠ നടത്തിയപ്പോൾ തന്ത്രിയുടെ മനസ്സിൽ പ്രാർത്ഥനയുണ്ട്. ഭഗവാനെ, ഈ ലോകത്തിന്റെ അനുഗ്രഹ ഹേതുത്വം ലോകമുള്ളിടത്തോളം കാലവും നീ ഇവിടെ ഉണ്ടാവണം. കൽപ്പാന്ത കാലത്തോളം ലോകത്തിന്റെ അനുഗ്രഹ ഹേതുത്വമാണ് ഒരു ക്ഷേത്രം പ്രതിഷ്ഠ ചെയ്ത് നടത്തി വരുന്നത്. അതിന്റെ സത്യമാകുന്ന ഫലത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മഹാക്ഷേത്രങ്ങൾ ഇന്നും നമ്മുടെ മുമ്പിൽ പ്രൗഢിയോടെ നിൽക്കുന്നത്. എത്ര പ്രൗഢിയോടുകൂടി വാഴപ്പള്ളി ക്ഷേത്രത്തിന്റെ പഴക്കം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമോ? അമ്പലപ്പുഴ എത്ര വർഷമായി?
ആറന്മുള, തക്കുടുത്താനം ഇതൊക്കെ എത്രയോ കാലഘട്ടങ്ങൾക്ക് പഴക്കമാണ്. അതിൻ്റെ പ്രൗഢി ഇപ്പോഴും വിളിച്ചുകൊള്ളുന്നുണ്ടാണ്. അതിന് നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ സത്യമാകുന്ന അനുഭവത്തിൻ്റെ ഫലമാണ്. ഇവിടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുക, പ്രാർത്ഥന സഫലമാകുന്നു. നേരായ മാർഗങ്ങളിൽ തെളിഞ്ഞു കാട്ടുവാനും ഈശ്വരനെ അടുത്ത് ആരാധിക്കുവാനും ദേശത്തെ ഉണർത്തുവാനും ദേശത്തിലെ ഐക്യത്തെ വളർത്തുവാനും എല്ലാം ക്ഷേത്രം കൊണ്ടാണ് സത്യമാകുന്നത്. ഒരുപക്ഷെ ഞാൻ പോലും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ അമ്മ സന്താനഗോപാലൻ കഥകളിൽ നിന്നുണ്ടായതാണ്. ഞങ്ങൾ 5 മക്കൾ എന്ന് പറയുന്നത്. ആദ്യത്തെ 6 മക്കൾ മരിച്ചു പോയതാണ്. ഇതിനുശേഷം കുട്ടികൾ ഉണ്ടാവാതെ അവര് കഥകളി ഒരുപാട് തിരുവല്ല വല്ലഭസ്വാമിക്ക് അല്ലേ, നമ്മളിവിടെ തന്നെ കൃഷ്ണനാട്ട വെത്രയൊക്കെ എഴുതിയിരിക്കുന്നു അല്ലേ. എന്ത് മാറ്റമാണ് ഈ ഭൂമിക്ക് വന്നു ചേർന്നിരിക്കുന്നത്. എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മൾ വരുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്താണ്, ഇപ്പോൾ കാണുന്ന പ്രൗഢിയോ എത്രമാത്രം വലുതാണ്. നിങ്ങളിൽ തന്നെ എത്രയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അത് ദേശത്തിൻ്റെ നാഥനായിരിക്കുന്ന ഭഗവാന്റെ ചൈതന്യം ഉയരുമ്പോൾ ദേശവാസികളിലും മാറ്റമുണ്ടാകും. അതിൻ്റെ ശക്തിയാണ് നമ്മൾ ഇനി കാണുന്ന വികസനങ്ങളെല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉദ്ദിഷ്ടമാകുന്ന പ്രാപ്തിക്ക് വേണ്ടി, ഫലപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ സമർപ്പിച്ചപ്പോൾ 100% സത്യമായിട്ട് ഫലം സാധ്യമായി വരുന്നു. നമ്മുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലുതാവേണ്ടത്. ക്ഷേത്രം എന്ന് പറയുന്നത് കളിക്കാനുള്ളതല്ല, അത് സത്യമാണ്. നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ കാണിച്ചു തരും ഓരോ ശക്തിയുടെ വൈഭവങ്ങൾ. എന്താണ് ഞാൻ വിവരിക്കുന്നത്, എന്താണ് ഞാൻ വിവരിക്കുന്നത് കാണിച്ചു തരും. നമ്മൾ വിചാരിക്കും ഭഗവാന്റെ മുന്നിൽ കിടന്നൊരു വഴക്കൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ബഹളം കാണിക്കുക എന്നതൊക്കെ പോയിക്കോളൂ. എവിടെയാണ് അദ്ദേഹം കയറി ഇവിടത്തെ പിടിക്കുന്നത് പറയാൻ പറ്റില്ല. ഇത് സത്യമാണ്. അത്ഭുതമാകുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ക്ഷേത്രങ്ങൾ എടുത്താൽ തന്നെ കാണാൻ സാധിക്കും. അധികം ദൂരമില്ല, വെന്നിമല ശ്രീരാമസ്വാമി ക്ഷേത്രം ഉണ്ടോ, കോട്ടയം വെന്നിമല. അതിന്റെ താഴെ പ്രദേശങ്ങളിലൊക്കെ വെള്ളം പറ്റി തുടങ്ങി, കിണറും പറ്റി, കുളവും പറ്റി, എല്ലാം പറ്റി കിടക്കുമ്പോഴാണ് വെന്നിമല അത്ര അടി ഉയരത്തിൽ കിടക്കുന്ന ഒരു മഹാക്ഷേത്രത്തില് 2 കുളം മലയുടെ മുകളിൽ നിറഞ്ഞു കിടക്കുകയാണ്. 365 ദിവസവും. പെരുന്നാടൊക്കെ താഴത്താണ്, പാലാമത്തിൽ ഭാഗത്തൊക്കെ വെള്ളം വെച്ചിട്ട് ടാങ്കറിൽ മണിവരയാറ്റിൽ നിന്ന് വെള്ളം കൊണ്ട് ഇറക്കിക്കൊണ്ടാണ് അവർ പാത്രം കഴുകാൻ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ മലയുടെ മണ്ടയ്ക്ക് ആരോ ഈ കിടക്കുന്നത് ഭഗവാന്റെ പാദത്തിൽ തന്നെ തീർത്ഥം ഇങ്ങനെ 365 ദിവസം വന്നിരിക്കുകയാണ് അല്ലേ. അടുത്താണ് അന്ന് മഴക്കാലം വന്നിട്ട് കൂട്ടിയേക്കാൻ വെള്ളം ഇല്ല, വേനൽക്കാലം വന്നാൽ കുറച്ചേക്കാം, അതുമില്ല. ഇങ്ങനെ തുല്യമായി നിൽക്കുകയാണ്. ചെട്ടികുളങ്ങര അമ്മയുടെ ആ യാത്രയിൽ നിന്ന് കാണുന്ന ഒരു അത്ഭുതമാണ്. മീനഭരണി ദിവസം കൊടുങ്ങല്ലൂർക്ക് അമ്മ യാത്രയാകുന്നത് അശ്വതി രാത്രിയിലാണ്. ആ ദേശവാസികളെല്ലാം വന്ന് അമ്മയൊക്കെ യാത്ര അയക്കാൻ വേണ്ടി എല്ലാവരും ഭക്തിയോടെ ഒരുപാടുമായിട്ട് ആ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. രാത്രിയിൽ ഇവരോടൊക്കെ യാത്ര പറഞ്ഞ അമ്മ ആ മേശാന്തി നിൽക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിന്റെ പുറത്തു ഭാഗത്താണ് മേശാന്തി നിൽക്കുന്നത്. നട തുറന്നിരിക്കുകയാണ്, ദീപങ്ങളൊക്കെ തെളിയിച്ച് നട തുറന്നിരിക്കുന്നു. മേശാന്തിയും മന്ത്രിയും എല്ലാം പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഈ ദേവിയെ എഴുന്നള്ളിക്കുന്ന തിരുമേനി മേശാന്തിയുടെ മുമ്പിൽ വന്ന് നെറ്റിയുടെ അവസരം മുട്ടിക്കൊണ്ട് യാത്ര ചൊല്ലുന്നു. അമ്മ കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ്. വടക്കോട്ടയ്ക്ക് അമ്മയുടെ ഒരു യാത്രയാണ്. ആ യാത്ര പോവുകയും ഒരു പ്രത്യേക സ്ഥാനമാകുമ്പോഴത്തേക്ക് അമ്മ ആ എഴുന്നള്ളിക്കുന്ന അമ്മയുടെ തിരുമേനി ബോധരഹിതനായി വീഴുകയും ചെയ്യുകയാണ്. ആ വീഴുന്ന സമയം ശ്രീകോവിലെ വിളക്ക് താനെ കെട്ടുപോവുകയാണ്. ആരും കിടക്കുന്നതല്ല, ആ ചൈതന്യം അവിടെ നിന്ന് കൊടുങ്ങല്ലൂർക്ക് എത്തുന്നത് കാണുകയാണ്. പിറ്റേ ദിവസം പൂർണ്ണമായിട്ടും മീനഭരണി ദിവസം നടയടക്കി നടക്കുന്നു. ഒരു മഹാക്ഷേത്രം, ദേവീക്ഷേത്രം ചെട്ടികുളങ്ങര മീനഭരണി ദിവസം നടയടക്കി കിടന്ന് അതിൻ്റെ പിറ്റേ ദിവസം കാർത്തിക നാളില് ഒരാളിൻ്റെ കൊമ്പ് കടപ്പുവശത്ത് ഒതുങ്ങി വീഴുമ്പോഴാണ് നട തുറക്കുന്നത്. അമ്മ വന്നോന്നതിൻ്റെ തെളിവാണ്. ഇത് ഇന്നും നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. മണ്ണാസാലിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. എത്ര അത്ഭുതമാണെന്ന് നോക്കൂ. എത്ര സത്യമായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന ദൈവമാണ് സർപ്പങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ക്ഷേത്രം എടുത്താലും അതിൻ്റെ പവിത്രതകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത്
കൽപ്പാന്ത കാലത്തോളം നിലനിൽക്കണം. അതിൻ്റെ ചൈതന്യത്തെ ഉയർത്തിയെടുക്കുന്ന ചടങ്ങുകളാണ് അതായിപ്പോൾ അവിടെ നടക്കുന്നത്. ദേവന്റെ ആ ശ്രീകോവിലിനും അല്ലെങ്കിൽ ഭഗവാന്റെ പരിവാരങ്ങൾക്കും അതുപോലെ തന്നെ ഭഗവാന്റെ ആ വാസന്മാർക്ക് പ്രതിശേഖരന്മാര് ഇതിലൊക്കെയുള്ള ശുദ്ധികളെ ആ മന്ത്രപൂർവശേഷാൽ മന്ത്രത്തോടൊരു പൂജ കഴിച്ച് ശുദ്ധി വരുത്തി ആ ചൈതന്യത്തെ ഉയർത്തിയെടുക്കുന്ന ചില ചടങ്ങുകളാണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ചൈതന്യ ലോകത്തെ പ്രതിഷ്ഠാദിനമാകുന്ന ചടങ്ങ് കൊണ്ട് ഒരു വർഷക്കാലയളവിൽ ദേവന് വന്നിട്ടുള്ള ചൈതന്യത്തിന്റെ കുറവ് തന്ത്രവിധിയിൽ നിന്ന് പൂജ കഴിക്കുമ്പോൾ, കലകളിൽ കൂടി പൂജ കഴിക്കുമ്പോഴാണ് ആ കുറവ് മാറി ദേവനെ അനുഗ്രഹിക്കാനുള്ള കല വർദ്ധിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് താന്ത്രികമാകുന്ന പക്ഷം. ഇവിടെ ആ പ്രതിഷ്ഠയ്ക്ക് ചൈതന്യം വന്ന് ചേരണമെങ്കിൽ കലകളിൽ കൂടി പൂജകൾ സമർപ്പിക്കപ്പെടണം. അതാണ് കലശത്തിന്റെ പവിത്രത തന്നെ. കലകൾ അധിവസിക്കുന്ന വസ്തുവായതുകൊണ്ടാണ് ഒരു കുംഭത്തെ കലശം എന്ന് തന്നെ വിളിക്കുവാൻ കാരണം. അതുപോലെ നിത്യപൂജയ്ക്ക് വേണ്ട 3 കലകളായ നൃത്തവാദ്യഗീതം എന്ന കലകളിൽ കൂടി അർച്ചിക്കുമ്പോഴാണ് പൊട്ടിപ്പാടി സേവ എന്ന സോപാന സംഗീതത്തിന്റെ ആവശ്യം ഒരു ക്ഷേത്രത്തിൽ വേണ്ടി വരുന്നത്. സോപാനം എന്നാൽ തൃപ്പടികൾ, പടവുകൾ. ക്ഷേത്ര ശ്രീകോവിലിന്റെ പടികൾക്കാണ് സോപാനം എന്നർത്ഥം. ആ പടികൾ കയറി നമ്മൾ എത്തിച്ചേരുന്ന ഒരു സാക്ഷാൽ ഈശ്വരിലേക്ക് എത്താനുള്ള മാർഗമാണ്. ഈ സ്റ്റേജിൽ കയറുമ്പോഴൊക്കെ പടിയുണ്ടെങ്കിൽ അതിന് സോപാനം എന്ന് വിളിക്കില്ല. അവിടെയാണ് ആ ശ്രീകോവിലിന്റെ പടികൾ കയറി നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ ഈശ്വരനെ ദർശിക്കാൻ സത്യമാകും. ആ പടികൾക്കരികെ പൂജാവേളയിൽ ദേവന്റെ ചൈതന്യം വർദ്ധിക്കുവാൻ നൃത്തവാദ്യഗീതങ്ങൾ സമർപ്പിക്കുമ്പോൾ അവിടെ പൊട്ടിപ്പാടി സേവ നടത്തുന്നു. പൊട്ടിക്കൊണ്ട് പാടി മൂർത്തിയെ സേവിക്കുക. അവിടെ പൂജ ആരംഭിച്ച് നിവേദ്യ ഭാഗം പൂർത്തിയാക്കി നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ തിരുവേദി വിക്ഷ മന്ത്രത്തിൽ നിറയിറക്കുമ്പോഴുണ്ട് ദേവാനന്ദപാദങ്ങളിൽ നൃത്തമിതം വാദ്യമിതം ഗീതമിതം സമർപ്പയാമി. നൃത്തമായിട്ട് ഭവിക്കുന്നത് മുദ്രാങ്കിതമാകുന്ന പൂജകൾ, വാദ്യമിതമായിട്ട് ഇടയ്ക്കിലൂടെ ഉണരുന്ന ശബ്ദങ്ങൾ, ഗീതമിതമായിട്ടോ ഭക്തി നിറഞ്ഞ ധ്യാനികളും സ്തുതികളും കീർത്തനങ്ങളും അഷ്ടപതിയുമെല്ലാം ഈ 3 കലകൾ സമ്മേളിക്കുന്നതാണ് പൂജ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ വരുന്ന ഉത്തമയാമങ്ങളിൽ ദേവചൈതന്യം വർദ്ധിക്കുവാനും ആ ചൈതന്യത്തെ സാക്ഷാൽ ഭഗവാന്റെ മക്കളായ ഈ ദേശവാസികളിലേക്ക് എത്തുവാനും ഏൽക്കുവാനും വേണ്ടി ആചാര്യന്മാർ മഹാക്ഷേത്രങ്ങളിൽ ചിട്ടരീതി വെച്ചിട്ടുള്ളതാണ് 5 പൂജകൾ. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഉഷസന്ധ്യയിൽ ഉഷസിൽ അഗ്നിപൂജ ഉഷപൂജയായും, ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യനെ ഭൂമിയിലേക്ക് എതിരേൽക്കുന്നു. സൂര്യരശ്മി കിഴക്കു നിന്ന് വന്ന് പതിക്കുന്ന സമയം ഭൂമിയിലേക്ക് പതിക്കുന്നു, എതിരേൽക്കുന്നു. അതാണ് എതിരേറ്റ് പൂജ, എതിർത്തു പൂജയായും. ഉദിച്ചു 12 അടി നിഴലാകുമ്പോൾ 1 അടി നീളമുള്ള ഒരു വസ്തു കിഴക്ക് ഭാഗത്ത് വെച്ചാൽ നിഴലിന്റെ നീളത്തിന് 12 അടി നീളമുള്ളപ്പോൾ 12 പൂജ. ഉച്ചസ്ഥായിലെ ഉച്ചപൂജ, അസ്തമയത്തിനു ശേഷം അത്താഴ പൂജ. 5 യാമങ്ങൾക്കും 5 പൂജകൾക്കും അനുസരിച്ച് ഈ സംഗീതത്തെ അമ്പലവഴക്ക സമ്പ്രദായത്തിലെ പൊട്ടിപ്പാട് സേവയായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. തികച്ചും ഭക്തിയാണ്. പൂജാവേളയില് ആ തിരുനട അടഞ്ഞു കിടക്കുമ്പോൾ ഭഗവാനെ ദർശിക്കാതെ ആ മനസ്സുടരുമ്പോൾ ആ ഭക്തി നിറഞ്ഞ ചരിതങ്ങൾ കേട്ടുകൊണ്ട് മനസ്സിലേക്ക് ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു മാർഗസംഗീതം കൂടിയാണ് സോപാന സംഗീതം. എന്തായാലും ഭഗവാന്റെ ഇന്നത്തെ ചടങ്ങുകൾ അവിടെ നടക്കുന്നത് കൊണ്ടാണ് നമ്മളത് അരങ്ങിലേക്ക് മാറ്റിയത്. നമ്മൾ സോപാനത്താണ് സാധാരണ പാടാറുള്ളത്. ശുദ്ധിക്രിയകളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അസൗകര്യങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതിന് കേൾക്കാനും എനിക്കിതിനെക്കുറിച്ച് 2 വാക്ക് പറയാനും സാധ്യത ഇത് അരങ്ങുവഴക്കത്തിലായതുകൊണ്ടാണ്. അമ്പലവഴക്ക സമ്പ്രദായത്തിലാണെങ്കിൽ കുട്ടിക്കൊണ്ട് പാടുക, സേവിക്കുക, തിരിച്ചു പോവുക, ഇത് മാത്രമേ നടക്കുകയുള്ളൂ. ഇത് അരങ്ങിലേക്ക് വന്നപ്പോൾ എന്താണ് സോപാന സംഗീതം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ സത്യമാകുന്നു. എന്തായാലും വേദയ്ക്ക്
കുട്ടികളുടെ ഡാൻസും എല്ലാം നടക്കേണ്ടതുകൊണ്ട് നമുക്ക് സോപാന സംഗീതത്തിന് എല്ലാവരെയും പോകാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഭഗവാന്റെ ദശാവതാര സ്തുതിയാണ് പാടുന്നത്. 10 അവതാരങ്ങൾ പാടുമ്പോൾ ഓരോ അവതാരങ്ങൾക്കിടയിലെ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമന്ത്രമാണ് ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാഷോഡശമന്ത്രം. സജ്ജനങ്ങളായി നിങ്ങളെല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാമം ഏറ്റുചൊല്ലണം. നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളത് ചൊല്ലുമ്പോൾ സജ്ജനങ്ങളുടെ നാമം ഭഗവാന്റെ കാതിൽ മുഴങ്ങണം എന്നാണ് പറയുക. ആ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. ശ്രീരാമ രാമ ബലഭദ്രകുമാരനായി ശ്രീകൃഷ്ണ ഗദ്ഗിതശരൂപമെടുത്തു സോമം കളഞ്ഞുരകിലേശ്വര ചക്രപാണി തിരുവിങ്കിടപുരത്തമരും ജഗത്തെ വന്നവതരീനായി ജഗത്തിൻ്റെ മകത്തേര
തിരുരൂപമെടുത്തിട്ടു മടിക്കാതെ അടിമോ മംഗളന്ന് അകന്നക്ഷരങ്ങളെ അളക്കാതെ അകറ്റാനുള്ളുപായത്തിൻ ഇതാ കൂപ്പി തൊഴുന്നേ
ശ്രീലകത്തമരും ദേവി പരമേശ്വരി പാകി ശ്രീലകത്തമരും ദേവി പരമേശ്വരി ദേവി തവ കരുണാഭാഗം ദേവി തനുജ കുലതിമിരകമിരേ പാലു വന്നൊരു
എന്തു താപസം കൃഷ്ണ കരുണ കരുണ ശിവാനെന്തു താമസം കൃഷ്ണ കരുണ കരുണ കൈ പൊരുന്നേ
ആശീർവദിക്കുകയാണ്. എന്നാലും ഇങ്ങനെ കാണാൻ സാധിച്ചതിൻ്റെ ഒരു ഭാഗ്യമായിട്ടുള്ള കഴിഞ്ഞ ഈ പരിപാടി കേൾക്കുമ്പോൾ കഴിഞ്ഞ സംതൃപ്തി വന്നപ്പോഴാണ് അവരെ കണ്ടത്. ഒരുപാട് സന്തോഷം. നിങ്ങളെ മുന്നോട്ടുള്ള വഴികളെയൊക്കെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നയിച്ചു എന്ന വലിയൊരു മനസ്സാണ്. അതുപോലെ പ്രളയപ്രയോജനയുടെ കഷ്ടവും നിങ്ങളുടെ പാപമാണ് പറഞ്ഞത് എളുപ്പം പാടി തീർത്ത് ഈ സോപാനസംഗീതം സമർപ്പിക്കുകയാണ്. ദശാവതാരസ്തുതിയാണ്. ഇതുവരെ പാടിയതൊക്കെ ജനങ്ങളുടെ മനസ്സിലാകുന്ന ഭക്തജനങ്ങൾക്ക് അറിയാവുന്ന മലയാളത്തിലുള്ള കൃതികളാണ്. അഷ്ടപതി സംസ്കൃതമാണ്, അതിൻ്റെ ദേവഹിതമാണ് അഷ്ടപതി എന്ന് പറയുന്നത്. ഭഗവാൻ ഏറ്റവും പ്രിയമായിട്ടുള്ളതാണ് അഷ്ടപതി എന്ന് പറയുന്നത്. അത് ആവർത്തനമില്ലാണ്ട് പാടിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് സോപാനസംഗീതം
ക്ഷത്രിയ രുധിരമയേ ജഗദപഗത പാദോ ശബയസി പയസി സമീപ കേശവാവൃത രഘുപതി രൂപ ഹരേ രഘുരാമ വിദഗതി തുരണേ ദിക്പതി രമണീയോ ദശമുഖമൗലിം കേശവാദ്രിത രഘുപതി രൂപ ജയ ജഗദീശ ഹരേ ഭഗവതീവ പോഷി ദിശത്തെ രസനം ജലഗാനോ ഹലഗതി യമുനാ കേശവാദ്രിത ഭഗവതരൂപ ജയ ജഗദീശ ഹരേ നിന്ദസേ യജ്ഞവിധേ രഗ ശ്രുതിജാനോ നരസിംഹമദീപഗർവ ശ്രീരാമ രാമ ബലഭദ്ര കുമാരനായി ശ്രീകൃഷ്ണ കക്ഷി ദശരൂപമെടുത്തു ശോകം കളഞ്ഞുലകിലേശ്വര കൃഷ്ണാനന്ദ മുകുന്ദ മുരാരേ മമന മാധവ ഗോവിന്ദ ശ്രീധര കേശവ രാഘവ വിഷ്ണു ലക്ഷ്മീനാരായണ
ശിവശരണം ഹരിഹരസുതനേ ശരണം ശരണം കലിയുഗവരദാരണം ശരണം ശ്രീമണികണ്ഠ ശരണം ശരണം പതഞ്ജലീശ്വര നിത്യം ശരണം ദേവാദിദേവൻ തിരുവാഴപ്പള്ളിയിൽ വാഴും ഭഗവാനേ നിന്നെ ഭക്ത്യാവലിക്കുമോർക്കുമംഗലോ സിദ്ധിബുദ്ധികാന്തനും വല്ലി ദേവസേനാപതിക്കോ ശബരിഗിരിനാഥനും മംഗലോ ഭഗവതി ലക്ഷ്മി ഹരിവല്ലഭേ മനോജ്ഞേ ഭഗവതി മുകുന്ദപ്രിയേ നിന്നെ നിത്യം നിനയ്ക്കുമംഗലോ ഭൂലോക വൈകുണ്ഠനാഥൻ പുൽഭവനപുരിയിലോ ദക്ഷിണദ്വാരകാധിപനമ്പലപ്പുഴയിലോ ലക്ഷ്മി വല്ലഭൻ തിരുവെങ്കിടപുരത്തും വാഴും നാരായണ നിന്നെ ഭക്ത്യാവലിക്കുമോർക്കും നിത്യം നിനയ്ക്കുമോർക്കും പദാകുലിക്കുമോർക്കും സ്തുതി ഭക്ത്യാശ്രമിക്കുമോർക്കും ജയമംഗളോ സദാ മംഗളോ സൗമംഗളം ഭൂരി